റിലീസുമായി ബന്ധപ്പെട്ട് പേരൻസൊക്കെ എന്താ പറഞ്ഞത് ഇപ്പോൾ? പാരൻസിനാണ് ആക്ച്വലി മെമ്മറീസ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഏജിനെക്കാട്ടും നമുക്കിപ്പോൾ ഉള്ള പ്രായത്തിനെക്കാട്ടും കുറവായിരുന്നിരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ സമയത്ത്. അതെ, അപ്പൊ അവർക്കാണ് ശരിക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളത്. അവർ പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് മനസ്സിലാവുന്ന അപ്പോഴാണ്. ഈ ഓരോ പിന്നീടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? നമുക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം ഒരു യാത്ര എങ്ങനെയായിരുന്നു? മൂവി വൈസാണ്. ഞാൻ സമറിൻ ബത്ലയം കഴിഞ്ഞ ആ വർഷം തന്നെ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് ചെയ്തായിരുന്നു, മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലം. അത് കഴിഞ്ഞ് കുറേ മൂവീസ് ചെയ്തു. ഒരു 11th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പഠിത്തം അതിലേക്ക് പോയി. അങ്ങനെയാണ് അങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു സമയത്ത് ലൈക്ക് ഒരു പാഷനും ഇതൊക്കെ ഇഷ്ടമാണെങ്കിലും പാരൻസ് സപ്പോർട്ട് ചെയ്യെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റഡീസ് വാസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് പഠിത്തത്തിന് ഉണ്ട്. അങ്ങനെ അല്ലാത്ത സമ്മതിക്കുന്ന പാരൻസ് ഉണ്ടാവാം. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു 11th ഒക്കെ ആയപ്പോൾ ഇനി സ്റ്റഡീസ് പോകണം, അത് കോളേജ് ജോലി അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോയി. ഇപ്പം അത് വേണ്ടായിരുന്നു തോന്നുന്നു അന്ന്. അറിയില്ല, അപ്പൊ അങ്ങനെ പോയിരുന്നെങ്കിൽ എന്താവും എന്നറിയാത്തത് കൊണ്ട് ഇപ്പോ ഇങ്ങനെ പോയേക്കുന്നതും നല്ലതാണെന്ന് തോന്നുന്നു. കൃത്യമായ മറുപടിയാണ് സാറേ. അന്ന് അങ്ങനെ പോയാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ പോയതാണ് നല്ലത്. കൃത്യമായ മറുപടി തന്നെയാണ്. സിംസാറ, ഈ സിനിമയിൽ എന്നും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സീനുകൾ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ തിയേറ്ററിലിരുന്ന് ചേച്ചും വീട്ടിലിരുന്ന് ചേച്ചിരിക്കും മറ്റേ ജയറാമേട്ടൻ ആ കുതിരപ്പുറത്ത് കാണുന്ന ഒരു സീൻ അഭിനയിക്കുന്ന ഒരു സാധനം. അതോടൊപ്പം തന്നെ നമ്മുടെ മണിച്ചേട്ടനെ ആ ചാണകത്തിൽ മുക്കുന്നതാണ്. ഇത് നമ്മുടെ ചിരി ഇപ്പോഴും ഓർത്തെടുക്കുമ്പോഴും നമുക്ക് ചിരി വരുന്ന ഒരു സീനുകളാണ്. ആ സീനുകൾ എടുക്കുമ്പോൾ ആ ജയറാമേട്ടൻ്റെ ഒരു മെമ്മറീസ് ഉണ്ടോ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ? ജയറാമേട്ടൻ ആ കുതിരപ്പുറത്ത് കയറുന്ന ഒരു സാധനം അഭിനയിച്ച് കാണിക്കുകയാണല്ലോ, ഭയങ്കര രസമാണ് ആ ചെയ്യുന്നതാണ്. ആ സംഭവം ഒന്ന് ഓർക്കാമോ? ഇല്ല, അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓർമ്മയിലുണ്ട്, ഒന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. ആ സിനിമ അങ്ങനെയാണല്ലോ, നമ്മളൊരു സാധാരണ മറ്റു ഏതെങ്കിലും സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം എൻജോയ് ചെയ്യുകയാണ്. അത്ര രസകരമാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ലൊക്കേഷൻ, അതിൻ്റെ കണ്ടൻറ് എല്ലാം. ഒരിക്കലും ടെൻഷനായിട്ട് ചെയ്തിട്ടുമില്ല. ഇതൊക്കെ ജയറാമാണേലും മണിയാണേലും ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യും. നമ്മൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവരൊന്നും കൂടെ അതിനെ മിനുക്കിയെടുക്കും. അപ്പം ഒരുപാട് സീനുകൾ നമ്മളങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മൾ ചിരിച്ചു പോയ ഒരുപാട് രംഗങ്ങളുണ്ട് മണിയുടെയും ജയറാമിൻ്റെയൊക്കെ. ഇത് ഓരോന്ന് ഇപ്പോൾ ഈ ചാണകത്തിൽ വീഴുന്നതൊക്കെ നമ്മൾ ശരിക്കും സിനിമയിൽ പെട്ടെന്ന് ആൾക്കാർ മണി അതിങ്ങനെ വടിച്ചെടുക്കുന്നത് അത് എന്നാൽ ഇവരൊക്കെ നമുക്കിപ്പോൾ ശരിക്കും അവരൊക്കെ മിസ്സിങ് ആണല്ലേ. മണിയുടെയൊക്കെ ഒരു മിസ്സിങ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. മണി എന്നൊരു ഒരു ആക്ടർ നമുക്ക് എന്തുമാത്രം നഷ്ടമായി പോയി എന്നുള്ളതായിരുന്നു ഒരു അഭാവം. നമ്മളെ ട്രെയിലറിൻ്റെ താഴെ വരുന്ന കമൻറ്റ് മണിച്ചേട്ടൻ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കൂടുതൽ കമൻറ്റും ഞാൻ വായിച്ചത്. അതെ, കാരണം മണി ഈ സിനിമയുടെ ഒരു വലിയ ഘടകമാണ്. ഈ സിനിമയുടെ സക്സസ്സിനകത്ത് ഇപ്പോൾ ജയറാമിൻ്റെയും സുരേഷിൻ്റെയും കോമ്പിനേഷൻ്റെ ഇടയിൽ കിടന്നിട്ട് അവരുടെ ഇടി മേടിച്ച് കൂട്ടുന്ന ആളാണല്ലോ. എന്ത് പറയാനും ഇടി പുള്ളിക്കാം. അതാ പുള്ളി ചോദിക്കുന്നത്, സ്പെല്ലിങ് കറക്റ്റ് പറഞ്ഞാൽ ഇടിയാണോ? അതെ അങ്ങനെ ആ ടേപ്പ് റെക്കോർഡർ നന്നാക്കി കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ എന്തുമാത്രമാണ് വിളി കിട്ടുന്നത് ആ പാട്ടിൻ്റെ സംഭവത്തിൽ. അങ്ങനെ കുറേ സാധനമുണ്ട് നമുക്ക് ചിരിക്കാവുന്ന അപ്പുറത്തേക്ക് എപ്പോൾ ആലോചിച്ചാൽ നമുക്ക് ചിരി വരുന്ന ഒത്തിരി സീനുകളുണ്ട്. സിംസാർ അത്തരം ഒരു സിനിമയിലേക്ക് പോകാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, ഇത് ഞാൻ എല്ലാ ജോണറിലുള്ള സിനിമയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്കിങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ ഇൻസ്പയർ ചെയ്യുക, നമുക്കങ്ങോട്ട് ഇതെനിക്ക് ചെയ്യണം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സിനിമ ഏത് ജോണറായിട്ടും ചെയ്യും. എനിക്ക് കൂടുതലായിട്ട് എന്നെപ്പറ്റി ഉള്ളൊരു ധാരണ, ഞാൻ ഭയങ്കര ഇമോഷണൽ കണ്ടൻറ്റുള്ള സെൻറ്റിമെൻറ്റ്സ് ഒരു ഭയങ്കര ഹ്യൂമൻ ഡ്രാമയൊക്കെ ചെയ്യുന്ന ആളൊന്നുമല്ല. അത് എനിക്കിഷ്ടമാണ്, അത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആക്ഷൻ ത്രില്ലേഴ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് ഒന്നായാലും ഉസ്താദായാലും അതും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടം പോലെ. അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ മുത്താരം എന്നൊക്കെ ഹ്യൂമർ ബേസ്ഡാണ്. ദൂരെ കൂടുതലൊക്കെ. അപ്പോൾ എല്ലാ ജോണറും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിനകത്തൊക്കെ എനിക്ക് ചെയ്യാൻ അത്തരം ചലഞ്ചസ് എനിക്കിഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. ഇപ്പം ദേവദൂതനെ പോലെ ഒരു എൻ്റയർ മ്യൂസിക്കൽ റൊമാൻറ്റിക് ഒരു മിസ്റ്ററി മൂവി ചെയ്യുമ്പോഴത്തേക്കും അതും എൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പം മറ്റ് മ്യൂസിക്കൽസ് അബ്ദുള്ളയായാലും ഭരതമായാലും കമലദളമായാലും ഇതൊക്കെ നമ്മളതെല്ലാം ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. ഞാൻ ഒന്നിനകത്തും വലിയ എക്സ്പെർട്ടാണെന്നുള്ളതല്ല, ഉള്ളതൊക്കെ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷൻ്റെ ആൾക്കാരെ വെച്ചിട്ട് അപൂർവ രാഗങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ന്യൂ ജനറേഷൻ സിനിമ വരുന്ന സമയമാണ്.
അപ്പോൾ ഏറ്റവും പുതിയ ആക്ടേഴ്സിനെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റി. ഇതൊക്കെ നമ്മളെ എന്താണ്, നമുക്കൊരു ത്രില്ലാണ്. അത് ആ ത്രില്ല് കൊണ്ടാണ് ഇതൊക്കെ. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം ചെയ്യണം തോന്നലാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സിബി സാർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. അന്ന് സമരബദ്ധലും തിയേറ്ററിൽ നന്നായിട്ട് ഓടിയൊരു സിനിമയാണ്. പക്ഷേ ദേവദൂതൻ അന്ന് ഓടിയിരുന്നില്ല. പിന്നീട് റീ റിലീസിലാണ് ദേവദൂതൻ നമ്മളൊരു തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നിലയിലേക്കുണ്ട്. ഈ സമരബദ്ധലം തന്നെ വേണം, ഇനി അടുത്ത റീ റിലീസിൽ ഇത് വേണമെന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ ഇത് ദേവദൂതൻ ഒരു ചലഞ്ചായിരുന്നു. എന്നെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും സിബി സാറിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്ത ഒരു വേസ്റ്റ് സിനിമയല്ല ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ള ഒരു ഫീല് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈവൻ സിബി ഇത് വേറെ ലാംഗ്വേജിൽ ചെയ്യാൻ വരെയും ആലോചിച്ചിരുന്നു ഈ സബ്ജക്റ്റ്, ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അപ്പം ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡയറക്ടർ, ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു ഈ സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിൻ്റെ ഒരു അറ്റംപ്റ്റായിരുന്നു ദേവദൂതൻ്റെ റീ റിലീസ്. അപ്പോൾ ഒരിക്കലും ഇതൊരു തൊഴിലാക്കി മാറ്റണം, അതായത് എല്ലാ പടവും നമുക്ക് റീ റിലീസ് ചെയ്യാമെന്നുള്ളൊരു സ്പിരിറ്റിലല്ല അത് ചെയ്തത്. അതിൽ നിന്ന് കുറേ കോടികൾ സമ്പാദിക്കണമെന്നുള്ള ഇതിലും അല്ല അത് ചെയ്തത്. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ആ സിനിമയെപ്പറ്റി ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ അത് ഓഫ് കോഴ്സ് സക്സസ് ആയി. പിന്നെ വന്ന ഈ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെപ്പറ്റി ആലോചിക്കുന്ന പല കമൻസും ആൾക്കാർ ഇട്ട് തുടങ്ങി. അതായത് സമറിൻ ബത്ലഹേം വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, കുറേ ഈ റീ റിലീസ് പിക്ചേഴ്സ് വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ആ തോട്ടിലാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നത്. പക്ഷേ അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നടക്കില്ല. ബിക്കോസ് ഇതിൻ്റെ നെഗറ്റീവ്സ് ഇല്ല, പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. ആ പ്രിൻ്റിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും, ഇതിൽ 4K ആക്കണം, പിന്നെ മോണോ ട്രാക്കാണ്, അത് മറ്റേ സ്റ്റീരിയോ ട്രാക്ക് ആക്കണം. അപ്പോൾ ഇതൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന ടെക്നോളജി ഇപ്പം അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഇതിനൊക്കെ എന്നെ സഹായിച്ചതും എന്നെയും സിബിനോടും സജഷൻസ് ചോദിച്ചിരുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ബോണി എന്ന് പറഞ്ഞ അവരുടെ കമ്പനി. അതിന് ശരിക്കും പറഞ്ഞാൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ, റോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പാർട്ടായിട്ട് എൻ്റെ മകളുടെ ഷെർമീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരിതിനെപ്പറ്റി വളരെ സാങ്കേതികമായിട്ട് പഠിച്ചു. അവരാണ് ദേവദൂതൻ ചെയ്തത്, ചോട്ട മുംബൈ ചെയ്തത്, അതേമാതിരി തന്നെ ഇപ്പോൾ ഈ പടം ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ചെയ്യണേലും കൂടുതൽ ക്വാളിറ്റി കാണിച്ചുകൊണ്ടു ഇത് ചെയ്യണമെന്നുള്ളൊരു വാശി അവരുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് അവർ നടത്തി തരും എന്നുള്ള ലൈനിൽ ഇപ്പം ഞാൻ പൂർണ്ണ തൃപ്തനാണ്. ഞാനും സിബിയും അതെ. ബിക്കോസ് അന്ന് കണ്ട സിനിമയല്ല ഇന്ന് കാണാൻ പോകുന്നു. അന്ന് കണ്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ മാജിക്കോ കാര്യങ്ങളോ അല്ല. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ 4K റെസൊല്യൂഷനിൽ അതിൻ്റെ ഗ്രീനറി, ഈ പറഞ്ഞ നിങ്ങളെല്ലാവരും അവകാശപ്പെടുന്ന കോസ്റ്റ്യൂംസിൻ്റെ കളേഴ്സ്, ആർട്ടിസ്റ്റിൻ്റെ സ്കിൻ ടോൺ, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ന് വിസിബിളാണ് കാര്യങ്ങൾ. ഇന്ന് വളരെ 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 ഞാൻ എൻ്റെ അപ്പുറത്തേക്കില്ല ആ സിനിമയിൽ. പിന്നെ മ്യൂസിക്, സോങ്സ്, റീ റെക്കോർഡിങ്, ലാലിൻ്റെ പ്രസൻസ് വരുന്ന ആ പീരീഡ്, അതൊക്കെ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ഒരു രംഗം. അതായത് പുതിയൊരു സിനിമ കാണുന്ന ഫീലിങ്ങിലാണ് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അത് നമുക്ക് ലെറ്റ് സീ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.